നമസ്കാരം, ഞാൻ ശിവരാമൻ. ഹഡനൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിലെ SDPI നേതാവ് ഷാൻ വധക്കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് പ്രതികൾക്ക് സഹായം ചെയ്തവർ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക മാർഗനിർദ്ദേശവുമായി DGP. ഇരു വിഭാഗങ്ങളിലെയും ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം. രഞ്ജിത്ത് വധക്കേസിലെ പ്രതികൾക്കായി തമിഴ്നാട്ടിലും കർണാടകയിലും അന്വേഷണം. തിരുവനന്തപുരം നഗരത്തിൽ നാട്ടുകാരെ മർദ്ദിച്ച ഗുണ്ടകൾ പിടിയിലായത് മോഷണശ്രമം കഴിഞ്ഞ് മടങ്ങുമ്പോൾ. പോലീസിന്റെ പിടിയിലായത് കുപ്രസിദ്ധ മോഷ്ടാവ് ഫാന്തം പൈലിയും സംഘവും. വാഹനത്തിൽ നിന്ന് കഞ്ചാവും മദ്യവും പിടികൂടി. പ്രതികൾ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കോഴിക്കോട് ദുരഭിമാനാക്രമണത്തിൽ 7 പേർ പിടിയിൽ. അറസ്റ്റിലായത് വധുവിന്റെ അച്ഛനും അമ്മയും കൊട്ടേഷൻ സംഘവും. ഈ മാസം 12-ന് കോഴിക്കോട് വെള്ളിമാടുകുന്ന് വെച്ചായിരുന്നു ആക്രമണം. പോത്തൻകോട് നടുറോഡിൽ അച്ഛനെയും മകളെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ആക്രമണത്തിന് പിന്നാലെ പ്രതികൾ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ചതായി പോലീസ്. അന്വേഷണം അയൽ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. വെഞ്ഞാറമൂട് സ്വദേശി ഷായെയും മകളെയും ആക്രമിച്ചത് ഗുണ്ടാ നേതാവ് ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം. സംവിധായകൻ KS സേതുമാധവൻ അന്തരിച്ചു. അന്ത്യം ചെന്നൈയിലെ വസതിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിടവാങ്ങിയത് മലയാള സാഹിത്യത്തെ സിനിമയോട് കൂട്ടിണക്കിയ അനുപമ ചലച്ചിത്രകാരൻ. മലയാള ചലച്ചിത്ര രംഗത്ത് നവഭാവുകത്വം കൊണ്ടുവന്ന സംവിധായകനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ സർവകലാശാലയിലെ നിയമനങ്ങൾക്കെതിരെ വീണ്ടും ഗവർണർ. സിൻഡിക്കേറ്റ് നടത്തിയ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളുടെ നിയമനം ചട്ടവിരുദ്ധമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. ബോർഡ് അംഗങ്ങളെ നിർദ്ദേശിക്കാൻ ചാൻസലർക്കാണ് അധികാരമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യത്തെ ഒമിക്രോൺ കേസുകൾ ഉയരുന്നു. 17 സംസ്ഥാനങ്ങളിലായി റിപ്പോർട്ട് ചെയ്തത് 358 കേസുകൾ. മഹാരാഷ്ട്രയിൽ 88-ഉം ഡൽഹിയിൽ 67 കേസുകൾ. ജാഗ്രത വർദ്ധിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രോഗവ്യാപനം കൂടിയ മേഖലകളിൽ രാത്രികാല കർഫ്യൂവിന് നിർദ്ദേശം. വാക്സിനേഷൻ നിരക്ക് കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംഘം എത്തും. രാജ്യത്ത് 6650 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തത് 374 മരണം. 7051 പേർക്ക് രോഗമുക്തി. ഒമിക്രോൺ വ്യാപനം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ക്രിസ്മസ് ന്യൂ ഇയർ പശ്ചാത്തലത്തിൽ പ്രത്യേക മാർഗനിർദ്ദേശം ഇറക്കിയേക്കും. ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ചുള്ള സാമ്പിൾ പരിശോധന വ്യാപിപ്പിക്കാനും തീരുമാനം. സംസ്ഥാനത്ത് ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 29. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി ക്രൈസ്തവ സമൂഹം. പള്ളികളിൽ ഇന്ന് പാതിരാ കുർബാന. ക്രിസ്മസ് വിപണികൾ സജീവം. ആഘോഷങ്ങളിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഫോർട്ട് കൊച്ചിയിൽ കാർണിവൽ പേരിന് മാത്രം. പാപ്പാഞ്ഞിയെ കത്തിക്കൽ ഇക്കുറിയില്ല. കാർണിവൽ റാലിയും സംഘടിപ്പിക്കില്ല. കേരള കർണാടക അതിർത്തി മാക്കൂട്ടത്തെ യാത്രാ നിയന്ത്രണം ജനുവരി 5 വരെ നീട്ടി. ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് കുടക് ജില്ലാ ഭരണകൂടം. 150 ദിവസമായി തുടരുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ജനാഭിമുഖ കുർബാന തുടരുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത. കുർബാനക്രമ ഏകീകരണത്തിൽ മാർപ്പാപ്പ നേരിട്ടിളവ് നൽകിയെന്ന് മെത്രാപ്പൊലീത്തൻ വികാരി മാർ ആന്റണി കരിയൽ. നിലപാട് വ്യക്തമാക്കിയത് കർദിനാളിനും മറ്റ് രൂപത അധ്യക്ഷന്മാർക്കും നൽകിയ വിശദീകരണ കുറിപ്പിൽ. കത്തിന്റെ പകർപ്പ് 24-ന്. അന്തരിച്ച PT തോമസ് എംഎൽഎയുടെ ചിതാഭസ്മം രവിപുരം ശ്മശാനത്തിലെത്തി മക്കൾ ഏറ്റുവാങ്ങി. ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം ഉപ്പുതോട്ടിലെ അമ്മയുടെ കല്ലറയിൽ നിക്ഷേപിക്കണമെന്ന് PT അന്ത്യാഭിലാഷമായി ആവശ്യപ്പെട്ടിരുന്നു. രാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ച. മേയറുടെ കാർ വാഹന വ്യൂഹത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് പൂജപ്പുരയിലേക്ക് പോകും വഴിയാണ് സംഭവം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്തിന്റെ പ്രതിഷേധത്തിന് വഴങ്ങി കേന്ദ്ര നേതൃത്വം. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ജമ്മു കാശ്മീരിൽ ഭീകരനെ വധിച്ച് സൈന്യം. അനന്ത്നാഗിലെ അർവാനി മേഖലയിൽ ഏറ്റുമുട്ടൽ. പ്രദേശത്ത് സേനയുടെ വ്യാപക തെരച്ചിൽ. ലുധിയാനയിലെ കോടതിയിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചത് അതീവ മാരക സ്ഫോടക വസ്തുവെന്ന് പോലീസ്. ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും. സ്ഫോടനത്തിന് പിന്നിൽ ഖാലിസ്ഥാൻ ഭീകര സംഘടനയെന്ന പ്രാഥമിക നിഗമനം. വെസ്റ്റ് ഹിൽ വാഹനാപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. പാലോറ മൽ സ്വദേശി നിതിനാണ് മരിച്ചത്. ഇതോടെ മരണം 2. പുനലൂർ നഗരസഭയുടെ ഭൂമിയിൽ നിന്ന് തേക്ക് മരങ്ങൾ മുറിച്ചു കടത്തിയതായി പരാതി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 18 തേക്ക് മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന് പരാതി. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി കത്ത് നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന ആക്ഷേപം.
ശബരിമലയിൽ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. നാളെയും മണ്ഡല പൂജ ദിവസമായ മറ്റന്നാളും ഭക്തർക്ക് നിയന്ത്രണം. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖല കോർ നോൺ കോർ മേഖലകളാക്കി തരംതിരിക്കുന്നതിൽ മാറ്റമില്ല. ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നിയമപരമായി സാധുവായ അന്തിമ വിജ്ഞാപനം സാധ്യമല്ലെന്ന് പരിസ്ഥിതി മന്ത്രാലയം. ഹരിത ട്രൈബ്യൂണലിന്റെ പരിഗണനയിലുള്ള കേസിൽ അന്തിമ വിജ്ഞാപനം ഇപ്രകാരമേ സാധ്യമാകുമെന്ന് വിദഗ്ധ സമിതി. യൂട്യൂബിൽ 30 ലക്ഷം കാഴ്ചക്കാരുമായി 24 നേട്ടം 3 വർഷം കൊണ്ട് 746 ദിവസം തുടർച്ചയായി തത്സമയ സംപ്രേഷണം നടത്തുന്ന മലയാളത്തിലെ ഏക യൂട്യൂബ് ചാനലും 24 ആണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1 ഗ്രാമിന് 4535 രൂപയിലും പവന് 36,280 രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി നിർമ്മൽ ലോട്ടറി നറുക്കെടുപ്പിന് 3 മണിക്കാണ് നറുക്കെടുപ്പ്. ഒന്നാം സമ്മാനം 70 ലക്ഷം രൂപ. ദേശീയ വാർത്ത. രാജസ്ഥാൻ സർക്കാർ സംഘടിപ്പിച്ച ദേശീയ ലോക് രംഗ് ഫെസ്റ്റിവൽ കേരളത്തിന് അംഗീകാരം. സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവനാണ് അംഗീകാരം ലഭിച്ചത്. മേളയിൽ സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ രൂപകൽപ്പന ചെയ്ത നാനാത്വത്തിൽ ഏകത്വം പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് വേറിട്ട അനുഭവം. വ്യാജ കറൻസി നോട്ടുകളുമായി പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിൽ. 8 ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകൾ പിടിച്ചെടുത്തു. അന്താരാഷ്ട്ര കള്ളനോട്ട് റാക്കറ്റിലെ കണ്ണികളാണ് പിടിയിലായവരെന്ന് ഡൽഹി പോലീസ്. ഉത്തരേന്ത്യയിൽ ശീതതരംഗത്തിൽ കുറവ്. തണുപ്പ് കുറഞ്ഞത് ശീതതരംഗം അവസാനിച്ചതോടെ ജനുവരി 5 വരെ ശീതതരംഗ സാധ്യതയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നോയിഡയിൽ വായുമലിനീകരണ തോത് അതീവ ഗുരുതരാവസ്ഥയിൽ. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 570. ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം. രാജീവ് ഗാന്ധി വധക്കേസിൽ പരോൾ ലഭിച്ച പ്രതി എസ് നളിനി ഇന്ന് ജയിൽ മോചിതയാകും. ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങാനാകുമെന്ന് നളിനിയുടെ അഭിഭാഷകൻ രാധാകൃഷ്ണൻ. പരോൾ അനുവദിച്ചത് 1 മാസത്തേക്ക്. ആരാധനാലയങ്ങൾ തുറക്കാൻ വിലക്കില്ലെന്ന് ഡൽഹി ദുരന്ത നിവാരണ സമിതി. ഡൽഹിയിൽ ഒമിക്രോൺ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വിശദീകരണം. മധ്യപ്രദേശിൽ MDMAയുമായി മുംബൈ സ്വദേശി പിടിയിൽ. പിടിച്ചെടുത്തത് 9 ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നെന്ന് ക്രൈംബ്രാഞ്ച്. ന്യൂ ഇയർ പാർട്ടികളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് സൂചന. കർണാടകയിൽ മതപരിവർത്തന വിരുദ്ധ ബിൽ പാസാക്കിയതിൽ ശക്തമായ പ്രതിഷേധമുന്നയിച്ച് പ്രതിപക്ഷം. ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് മോഷണം പോയ തോക്ക് കണ്ടെത്തി. ഉപേക്ഷിച്ച നിലയിൽ തോക്ക് കണ്ടെത്തിയത് കുച്ച് ബെഹാർ റെയിൽവേ സ്റ്റേഷനിൽ. ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് പോലീസ്. തത്വചിന്തകൻ ഋഷി അരബിന്ദോയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് മമതാ ബാനർജി. തീരുമാനം മുഖ്യമന്ത്രിമാരുടെ വെർച്വൽ മീറ്റിംഗിൽ സംസാരിക്കാൻ അവസരം നിഷേധിച്ചതിനെ തുടർന്ന് ചരിത്രത്തെ പല തലങ്ങളിൽ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്നും മമതാ ബാനർജി. ഇന്ത്യയുടെ ദേശീയ ഉത്തേജക പരിശോധനാ ലബോറട്ടറിയുടെ വിലക്ക് നീക്കിയെന്ന് ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി. അച്ചടക്ക ലംഘനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് 2019 ഓഗസ്റ്റിൽ. തുടർന്ന് 2020 ഫെബ്രുവരിയിൽ വിലക്ക് വീണ്ടും നീട്ടുകയായിരുന്നു. ഗംഗാസാഗർ മേളയ്ക്കായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പശ്ചിമ ബംഗാൾ. 30 ലക്ഷം തീർത്ഥാടകരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ. ജീവനക്കാരുടെ വാക്സിനേഷൻ പൂർത്തിയായി. രാജസ്ഥാനിലെ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തം. കോട്ട ജില്ലയിലെ സിറ്റി മാളിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. ബംഗ്ലാദേശിലെ ഫെറിയിലുണ്ടായ തീപിടുത്തത്തിൽ 32 മരണം. അപകടം ധാക്കയ്ക്കടുത്ത് ജക്കാർത്തയിൽ. മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് പോലീസ്. ചൈനയിലെ ഷീജിയാങ്ങിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഉത്തരവിറക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് പിൻവാങ്ങി ബഹുരാഷ്ട്ര കമ്പനികൾ. കടുത്ത വിമർശനവുമായി ചൈന. അഫ്ഗാനിസ്ഥാനിൽ 6400 മാധ്യമ പ്രവർത്തകർക്ക് ജോലി നഷ്ടപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ. പുറത്തുവന്നത് താലിബാൻ രാജ്യം പിടിച്ചെടുത്ത ശേഷമുള്ള കണക്ക്. ജോലി നഷ്ടപ്പെട്ടതിൽ 80% സ്ത്രീകൾ. ക്യാപിറ്റൽ കലാപത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് തടയണമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാ രേഖകളും രഹസ്യമായി സൂക്ഷിക്കണമെന്ന ആവശ്യം നിരസിച്ച ഫെഡറൽ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും ട്രംപ്. തെറ്റ് മറച്ചുവെക്കുന്നതിന് മുൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള തന്റെ പ്രത്യേക അവകാശത്തെ വിനിയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് ഭരണപക്ഷം.
കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാക്കി ഇക്വഡോർ. രാജ്യത്ത് 5 വയസ്സിന് മുകളിലുള്ള എല്ലാവരും അംഗീകൃത കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് സർക്കാർ. വാക്സിനേഷൻ നിർബന്ധമാക്കുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് അമേരിക്കയിലെ വിസ്കോസിൽ 100ലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടം ഇന്റർസ്റ്റേറ്റ് 94 ഹൈവേയിൽ. സിയാ ബ്ലോക്ക് റിവർ പാൾ റോഡ് അടച്ചു. ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം. കീമോതെറാപ്പിക്ക് ശേഷം ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം പെലെ ആശുപത്രി വിട്ടു. വൻകുടലിലെ മുഴയ്ക്ക് സർജറി നടന്നത് സെപ്റ്റംബറിൽ. ചികിത്സ തുടരുമെന്ന് ബ്രസീലിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രി. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് പാർക്ക് ഗൂൻ ഹൈക്കിന് മാപ്പ് നൽകി ദക്ഷിണ കൊറിയൻ ഭരണകൂടം. പ്രസിഡന്റ് മൂൺ ജെയിൻ പാർക്ക് ഗൂന് മാപ്പ് നൽകിയതായി ദക്ഷിണ കൊറിയൻ നീതിന്യായ മന്ത്രാലയം. 2017 പാർക്ക് ഗൂൻ ഹൈക്കിനെതിരെ അഴിമതി ആരോപണം ഉയർന്നത്. ബീജിംഗ് ഒളിമ്പിക്സിൽ നയതന്ത്ര ബഹിഷ്കരണം തുടർന്ന് കൂടുതൽ രാജ്യങ്ങൾ. ഒഫീഷ്യലുകളെ അയക്കില്ലെന്ന് ജപ്പാൻ. ബീജിംഗ് ശീതകാല ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ഫെബ്രുവരി 4-ന്. ഈ വർഷം 4 ലക്ഷത്തിലധികം പേർക്ക് പെർമനന്റ് റെസിഡൻസി വിസ നൽകി കാനഡ. നിലവിൽ രാജ്യത്തുള്ള പെർമനന്റ് വിസക്കാർക്കാണ് PR വിസ നൽകിയത്. കണക്ക് പുറത്തുവിട്ട കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രാലയം. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ ബൂസ്റ്റർ ഡോസിനുള്ള ഇടവേള കുറയ്ക്കാൻ ഓസ്ട്രേലിയ. 4 മാസം മുൻപ് രണ്ടാമത്തെ ഷോട്ട് എടുത്ത 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ജനുവരി 4 മുതൽ ബൂസ്റ്റർ ഡോസുകൾ നൽകും. ജനുവരി അവസാനത്തോടെ ഇടവേള 3 മാസമായി കുറയ്ക്കും. സ്പോർട്സ്. ISLൽ ഇന്ന് ഒഡീഷ ഗോവ മത്സരം. ഗോവയിലെ തിലക് മൈതാനിയിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഇരു ടീമുകളും 7ഉം 8ഉം സ്ഥാനങ്ങളിൽ. ISLൽ ഹൈദരാബാദ് ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി 12 പോയിന്റുമായി ഹൈദരാബാദ് ലീഗിൽ 2ാമത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. 5 മത്സരങ്ങൾക്കുള്ള 16-അംഗ ടീമിനെ ഒയിൻ മോർഗൻ നയിക്കും. ഡേവിഡ് പെയിൻ ടീമിലെ പുതുമുഖം. 15ാം IPL താരലേലം ഫെബ്രുവരി 12, 13 തീയതികൾ നടക്കും. 2 പുതിയ ടീമുകളെ ഉൾപ്പെടുത്തിയുള്ള മെഗാ ലേലമാണ് ഇപ്രാവശ്യം നടക്കുന്നത്. ലേലത്തിൽ പങ്കെടുക്കുന്ന താരങ്ങൾ ജനുവരി 17 മുൻപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് ഇതിഹാസം ബ്രയൻ ലാറ IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് കോച്ചായി പ്രവർത്തിക്കും. സൈമൺ കാറ്റി ടീമിന്റെ സഹപരിശീലകനാകും. ടോം മൂഡിയാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ. ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഉപേക്ഷിക്കണമെന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ റാൽഫ് റാഗ്നിക്. ഒരു രാജ്യത്ത് 2 പ്രാദേശിക ടൂർണമെന്റുകൾ ഉള്ളത് കളിക്കാർക്ക് അധിക സമ്മർദ്ദം നൽകുന്നുവെന്ന് വിമർശനം. ലീഗ് കപ്പിൽ നിന്ന് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെ ഒഴിവാക്കണമെന്നും റാഗ്നിക്. വീണ്ടും ഹണ്ടർ ന്യൂസിലേക്ക് പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 9 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി. നിലവിൽ ഇവിടങ്ങളിൽ ആശ്രയം ചുമട്ടുവെള്ളം. പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ. CPIM നേതാവായിരുന്ന P. ബിജുവിനെ കുറിച്ചുള്ള സമരഹൃദയങ്ങളിലെ സഹൃദയൻ എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വീഡിയോ പുറത്തിറക്കി. രവി മോഹന്റെ നേതൃത്വത്തിലാണ് ഡോക്യുമെന്ററി ഒരുക്കിയത്. പ്ലാസ്റ്റിക് മുക്തമാകാനുള്ള തയ്യാറെടുപ്പിൽ തിരുവനന്തപുരം വിതുര പഞ്ചായത്തിലെ ആനപ്പാറ വാർഡ്. ഹരിതമെന്റെ ആനപ്പാറ പദ്ധതിയുടെ ഭാഗമായി മാലിന്യ ശേഖരണം തുടങ്ങി. വാർഡ് മെമ്പർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ. സ്ത്രീകളുടെ രാത്രി നടത്തം സംഘടിപ്പിച്ച കൊല്ലം ക്ലാപ്പന ഗ്രാമപഞ്ചായത്തും ICDSും പൊതുവിടം തന്റേതെന്ന സന്ദേശമുയർത്തി ക്ലാപ്പന മുതൽ വള്ളിക്കാവ് വരെയാണ് രാത്രി നടത്തം സംഘടിപ്പിച്ചത്. ഓച്ചിറ SI നിയാസ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കുണ്ടറയിൽ നടുറോഡിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പിടിയിലായത് കേരളപുരം സ്വദേശി വിക്രമൻ. പരിക്കേറ്റ ഭാര്യ നീതു ചികിത്സയിൽ. ഇന്ത്യ പാക് യുദ്ധത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അമർ ജവാൻ സ്മൃതിയാത്രയ്ക്ക് സ്വീകരണം നൽകി പത്തനാപുരം താലൂക്ക് കമ്മിറ്റി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സജീവ് പിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. NCC കൊട്ടാരക്കര ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ അമിതേഷ് വർമ്മ ഉദ്ഘാടനം ചെയ്തു. പാലായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്ന യുവതിയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. അറസ്റ്റായത് കൊടുമ്പിടി സ്വദേശി സുദീപ്. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്ന് പോലീസ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സണായി NCP വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷിനെ നിയമിച്ചു. തിങ്കളാഴ്ച ചുമതലയേൽക്കുമെന്ന് ലതിക സുഭാഷ്. കോൺഗ്രസ് വിട്ട് ലതിക LDFിലെത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. കട്ടപ്പന നഗരസഭയിലെ UDF ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരവുമായി LDF. നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ ഉപവാസ സമരവുമായി പ്രതിപക്ഷാംഗങ്ങൾ. CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു.
ഇടുക്കി തൊടുപുഴ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കം. ജനറൽ വിഭാഗത്തിൽ 30 കുടുംബങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും സൗജന്യമായി 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം നൽകും. പഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുതുവർഷത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടികളുമായി കൊച്ചി മെട്രോ. ഡിസംബർ 30 രാവിലെ 9 ആരംഭിക്കുന്ന പരിപാടികൾ വൈകിട്ട് 7 വരെ തുടരും. ഒരുക്കിയത് മാർഗം കളി, കരോക്കെ സോങ്, സിനിമാറ്റിക് ഡാൻസ്, ക്രിസ്മസ് കരോൾ തുടങ്ങി വിവിധ പരിപാടികൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ച് 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ്സ് NCC ഓഫീസേഴ്സ്. ലഫ്റ്റനന്റ് കേണൽ D സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ക്യാപ്റ്റൻ PJ സ്റ്റൈജു ക്രിസ്മസ് ദിന സന്ദേശം നൽകി. വേനൽക്കാലത്ത് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാതിരിക്കാൻ മുൻകരുതൽ നടപടികളുമായി ജില്ലാ വികസന സമിതി. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാൻ നിർദ്ദേശം. MLAമാർ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനം. അഴീക്കോട് CD സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. സ്കൂളിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കെട്ടിടം നിർമ്മിച്ചത് 1,30,00,000 രൂപ ചെലവിട്ട്. പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കോർപ്പറേറ്റ് ഫണ്ടുകൾ ചെലവഴിക്കുന്നതിന് ജില്ലാതല യോഗം ചേർന്നു. ഡെപ്യൂട്ടി കളക്ടർ IJ മധുസൂദനൻ അധ്യക്ഷനായി. 2021-2022 വർഷത്തിൽ നടപ്പിലാക്കാനുള്ള പദ്ധതികളുടെ കോർപ്പസ് ഫണ്ടുകൾ യോഗത്തിൽ അംഗീകരിച്ചു. അറബിക് സെമിനാറുമായി പാലക്കാട് മണ്ണാർക്കാട് MBS കോളേജ്. പരിപാടി സംഘടിപ്പിച്ചത് ഇസ്ലാമിക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റും കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനും. ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ മാർച്ചും ധർണയുമായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യം. CPI സംസ്ഥാന കൗൺസിൽ അംഗം ജോസ് ബേബി ഉദ്ഘാടനം ചെയ്തു. എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് നിലമ്പൂരിൽ പുതിയ ഓഫീസ് ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. പഴയ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന്റെ 2ാം നിലയിൽ മുനിസിപ്പാലിറ്റിയായാണ് ഓഫീസ് അനുവദിച്ചത്. മലപ്പുറം KNG റോഡിൽ വടപ്പുറം ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കരാർ ഏറ്റെടുത്തത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. തീരുമാനം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. ക്ലീൻ കാളികാവ് പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ കയറ്റി അയച്ചു തുടങ്ങി. ആദിലോട് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഗോപി. മലപ്പുറത്തെ കുട്ടികർഷകൻ ഇനാസ് മിസ്ബാഹിനെ ആദരിച്ച് JCA പ്രസിഡന്റ് ജെസി നൌഫൽ അൽബയ്ക്ക് പുരസ്കാരം കൈമാറി. ചെറുപ്രായത്തിൽ തന്നെ പഠനത്തോടൊപ്പം പിതാവിനെ നെൽകൃഷിയിൽ സഹായിക്കുകയാണ് 18 വയസ്സുകാരനായ മിസ്ബാഹ്. കോഴിക്കോട് അഴിയൂരിലെ തീരദേശത്തെക്കുറിച്ച് പഠിക്കാൻ മറൈൻ ഫിഷറീസ് ഉദ്യോഗസ്ഥർ ഫീൽഡ് പരിശോധന നടത്തി. തീരത്തണൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. കടൽ തീരത്തുള്ള 3000-ഓളം വീടുകളിൽ ചെടികൾ വിതരണം ചെയ്തു. സർവീസിലിരിക്കെ അന്തരിച്ച കോഴിക്കോട് കായണ്ണ സ്വദേശി CRPF ജവാൻ K വിജയന്റെ 2ാം ചരമവാർഷിക ദിനാചരണം നടത്തി. ജില്ലാ അമർജ്യോതി CRPF കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വയനാട് ജില്ലാ മിനി നൈറ്റ് ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ GHSS പനമരം ജേതാക്കൾ. ഫൈനലിൽ GHSS കൽപ്പറ്റയെ തോൽപ്പിച്ചു. കിരീട നേട്ടം തുടർച്ചയായ 2ാം തവണ. ബത്തേരി റോട്ടറി ക്ലബ്ബും ജില്ലാ ഹോമിയോ മെഡിക്കൽ ആശുപത്രിയും ബത്തേരി നഗരസഭയും ചേർന്ന് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ TK രമേശ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ തൊഴിലാളികൾ. ബോർഡുകൾ സ്ഥാപിച്ചത് NS ടാക്കീസ്, RT ഓഫീസ്, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ. SATUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിൽ ക്ഷേമ ദിനാഘോഷങ്ങൾക്ക് തുടക്കം. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി സമരങ്ങൾക്ക് സാക്ഷിയായ കണ്ണൂർ കീഴാറ്റൂർ വയലിലൂടെയുള്ള റോഡ് നിർമ്മാണം തുടങ്ങി. കുറ്റിക്കോൽ കുപ്പം ദേശീയപാത ബൈപ്പാസിന്റെ ഭാഗമായാണ് നിർമ്മാണം. സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ കണ്ണൂരിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. താലൂക്ക് തലത്തിൽ എക്സൈസ് സർക്കിൾ ഓഫീസുകളിൽ പരാതി നൽകാൻ സൗകര്യം. കാസർഗോഡ് ജ്വല്ലറിയിൽ നിന്ന് വജ്രാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. ജ്വല്ലറിയിൽ അസിസ്റ്റന്റ് സെയിൽസ് മാനേജറായിരുന്ന മുഹമ്മദ് ഫറൂഖാണ് പിടിയിലായത്. ഇയാളുടെ സഹോദരനും കേസിലെ മറ്റൊരു പ്രതിയുമായ ഇമ്രാൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. കാസർഗോഡ് കളക്ടറേറ്റിൽ റോളപ്പ് സ്റ്റാൻഡ് സ്ഥാപിച്ച് വനിതാ ശിശുവികസന വകുപ്പ്. ICDS 46 ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി. കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ഉദ്ഘാടനം ചെയ്തു.
കാസർഗോഡ് പെരിയ SN കോളേജിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. മുൻ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ നൽകിയ സ്ഥാപനങ്ങളെ ആദരിച്ചു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KPSTA ജില്ലാ സമരസമിതി കാഞ്ഞങ്ങാട് DE ഓഫീസിന് മുന്നിൽ ആരംഭിച്ച സമരം ഒത്തുതീർപ്പായി. അധ്യാപകരുടെ നിയമന അംഗീകാരം വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. അന്തരിച്ച PT തോമസ് MLAക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. മുൻ മന്ത്രി CT അഹമ്മദ് അലി അനുസ്മരണ പ്രഭാഷണം നടത്തി. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. പ്രഭാസ് നായകനായെത്തുന്ന രാധേശ്യാമിന്റെ പുതിയ ട്രെയിലർ പുറത്തിറക്കി. രാധാകൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ബഹുഭാഷാ ചിത്രത്തിൽ പൂജ ഹെഗ്ഡെയാണ് നായിക. ഉണ്ണി മുകുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന മേപ്പടിയാൻ സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കി. ചിത്രം ജനുവരി 14 തിയേറ്ററുകളിലെത്തും. മമ്മൂട്ടി അമൽ നീരജ് ചിത്രം ഭീഷ്മപർവത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. 2022 ഫെബ്രുവരി 24 ചിത്രം തിയേറ്ററുകളിലെത്തും. തബു, ഫർഹാൻ ഫാസിൽ, ഷൈൻ ടോം ചാക്കോ, ദിലീഷ് പോത്തൻ എന്നിവരും മുഖ്യവേഷങ്ങളിൽ. ഫഹദ് ഫാസിലിനെ നായകനാക്കി നവാഗതനായ സജിമോൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മലയൻ കുഞ്ഞിന്റെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യും. മഹേഷ് നാരായൺ തിരക്കഥ രചിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് AR റഹ്മാനാണ്. ശശികുമാർ നായകനായെത്തുന്ന തമിഴ് ചിത്രം കോമൺ മാന്റെ ടൈറ്റിൽ ടീസർ പുറത്തിറക്കി. സത്യശിവ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഹരിപ്രിയ, വിക്രാന്ത് എന്നിവർ മറ്റ് പ്രധാന വേഷങ്ങളിൽ. വാരാണസിയിലെ തെരുവിൽ അപ്രതീക്ഷിത സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായെന്ന് വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലെത്തിയത്. ഇതിൽ കാശി വിശ്വനാഥ് ഇടനാഴിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമെതിരെ പ്രതിഷേധമുണ്ടായെന്നാണ് വ്യാജപ്രചാരണം. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണം. ഉദ്ഘാടന ദിവസം രാത്രി ഇരുവരും നടത്തിയ അപ്രതീക്ഷിത സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഗോഡൌലിയ ചൌക്കിൽ നിന്ന് ദശാശ്വമേധ് ഘട്ടിലേക്കാണ് രാത്രി 12:30 മോദിയും യോഗി ആദിത്യനാഥും എത്തിയത്. അപ്രതീക്ഷിതമായി ഇരുവരെയും തെരുവിൽ കണ്ടതിനെ തുടർന്ന് ഓടിക്കൂടിയ ജനങ്ങളെ പോലീസ് നിയന്ത്രിക്കുന്ന ദൃശ്യങ്ങളാണിത്. പ്രചരിക്കുന്ന വിധത്തിൽ മോദി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയവരെ പോലീസ് നേരിടുന്നതല്ല. ഇപ്പോൾ കിട്ടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുമായി ചർച്ച നടത്തും. ഡിസംബർ 27 ചർച്ച. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം. ആലപ്പുഴ ഇരട്ട കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാവരെയും തിരിച്ചറിഞ്ഞതായി ADGP വിജയ സാഖറെ. പ്രതികൾ സംസ്ഥാനം വിട്ടുവെന്ന് കണ്ടെത്തൽ. പോത്തൻകോട് ഗുണ്ടാക്രമണം നിർഭാഗ്യകരമെന്ന് മന്ത്രി GR അനിൽ. ഗൗരവമായി ഇടപെടൽ അപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുരുനാനാക്കിന്റെ ഗുരുപുരബ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഗുജറാത്തിലെ കച്ചിലെ ഗുരുദ്വാര ലഖ്പത് സാഹിബിലെ ആഘോഷങ്ങളിലാണ് പങ്കെടുക്കുക. ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് നിയന്ത്രണവുമായി ഉത്തർപ്രദേശ്. നാളെ മുതൽ രാത്രികാല കർഫ്യൂ. വിവാഹാഘോഷങ്ങൾക്ക് പരമാവധി 200 പേർക്ക് മാത്രം അനുമതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.